വടക്കൻ കേരളത്തിൽ പാചകവാതക സിലിണ്ടർ ക്ഷാമം രൂക്ഷമാണ്. ഹോട്ടൽ വ്യവസായം വല്ലാത്ത പ്രതിസന്ധിയിൽ പോകുന്നു. കാസർഗോഡ് ജില്ലയിൽ മാത്രം 80% ഹോട്ടലുകൾ ഇതിനോടകം അടച്ചുപൂട്ടേണ്ടി വന്നു. ബാക്കിയുള്ള ഹോട്ടലുകൾ മെനു വെട്ടിച്ചുരുക്കി വിറകടുപ്പ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. സ്വകാര്യ ഏജൻസികൾ സിലിണ്ടറുകൾക്ക് ഇരട്ടി വില ഈടാക്കുന്നതായും പരാതിയുണ്ട്. ഹോട്ടലുകൾക്ക് പൂട്ടുവീഴുന്നതോടെ ഇവരെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യ, പച്ചക്കറി, പലവ്യഞ്ജന കച്ചവട സ്ഥാപനങ്ങൾ ആശങ്കയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെയാണ് ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ പെരിയയിലെ വഴിയോരം, അതായത് TTPCയുടെ കീഴിലുള്ള വഴിയോരം എന്ന ആ റെസ്റ്റോറൻറ്റിലാണ്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ, ഇതിൻ്റെ നടത്തിപ്പുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് നിലവിലെ ഒരു സാഹചര്യമെന്ന്. നമ്മോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ഉടമ രാജേഷ് ചേരുന്നു. എന്താണ് നിലവിലിപ്പോൾ പാചകവാതക ഈ ക്ഷാമം ഏത് രീതിയിലാണ് മാറുന്നത്? നിലവിൽ ഹോട്ടൽ മേഖല ഭീകരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത്. കാരണം ഗ്യാസ് കിട്ടാനില്ല. നമ്മളൊക്കെ വിറകടുപ്പിലേക്ക് മാറിയിരിക്കുന്നു. പല മെനു വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥയാണ്. നമ്മളിപ്പോൾ ദോശ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ദോശ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചായയുടെ കാര്യത്തിൽ നമ്മൾ ചായ ഇപ്പോൾ കെറ്റിലാക്കി വെക്കുകയാണ്. കാരണം അല്ലാതെ ചായ കൊടുക്കാനുള്ളൊരു നിവൃത്തി ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ. അതുപോലെ തന്നെ ഗ്യാസ് നമുക്ക് തരുന്ന കമ്പനികൾക്ക് ഗ്യാസ് തരാൻ പറ്റില്ല. അതുപോലെ പ്രൈവറ്റ് ഗ്യാസുകളുണ്ട്, പക്ഷേ ഭയങ്കര വില കൊടുക്കേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഗ്യാസുകൾ അത് വില കൂടുന്നതാണോ ഇപ്പോൾ പറയുന്നത്? പ്രൈവറ്റ് ഗ്യാസ് കിട്ടാനില്ല, എങ്കിൽ പോലും കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഭീകരമായ വില വാങ്ങുന്നത്. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ എന്തായാലും ഇടപെടലുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ ഈ മേഖല തന്നെ ഇല്ലാണ്ടായിപ്പോൾ. ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് തൊഴിലാളികളുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, നമ്മുടെ നാട്ടിലെ തൊഴിലാളികളുണ്ട്. അതുപോലെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മത്സ്യമേഖല, അതുപോലെ പല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺസ്യൂം ചെയ്യുന്ന പല പ്രോഡക്റ്റും വിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പൊതുജനങ്ങൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഫുഡ് കിട്ടണമെങ്കിൽ ഹോട്ടൽ മേഖലയിലേക്ക് പിന്നെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഹർത്താലിന് സമമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ വിറകടുപ്പിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ കുക്കിംഗ് ഒക്കെ ഒരു പരിധി വരെ. തീർച്ചയായും ഈ വിറകടുപ്പ് അത് ചോദിക്കുന്നത് ഈ നഗര പ്രദേശങ്ങളിൽ പല ഹോട്ടലുകൾ ഇപ്പോൾ അടച്ചുപൂട്ടുന്നു. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു സാഹചര്യം എന്താണ്? നമ്മളിപ്പോൾ കിഴക്കൻ മലയോര മേഖലയിലെ പല ഹോട്ടലും പൂട്ടി. അതിപ്പോൾ ഒരു 30% ഹോട്ടൽ മാത്രമേ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് നോമ്പ് കാലമായതുകൊണ്ട് രാത്രി തുറക്കുന്ന ഹോട്ടലുണ്ട്, അതും ഇപ്പോൾ നിലവിൽ നിർത്തിവെച്ച അവസ്ഥയാണ്. പിന്നെ വിറകടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രാക്ടിക്കലല്ല. കാരണം അത്ര സൗകര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിറകടുപ്പ് ഉപയോഗിച്ച് കുക്ക് ചെയ്യാം.